നമസ്കാരം. ലോകത്തിലെ മികച്ച നഗരങ്ങളുടെ പട്ടികയിൽ വൻ മുന്നേറ്റവുമായി മസ്കറ്റ്. വൻ മയക്കുമരുന്ന് ശേഖരവുമായി വിദേശിയെ അറസ്റ്റ് ചെയ്തു. ന്യൂനമർദ്ദത്തിന്റെ ഫലമായി വടക്കൻ ഗവർണറേറ്റുകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. 2024 ലോകത്തിലെ മികച്ച നഗരങ്ങളുടെ പട്ടികയിൽ വൻ മുന്നേറ്റവുമായി മസ്കറ്റ്. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ 142 നഗരങ്ങളിൽ നിലവിലുള്ള 96-ാം സ്ഥാനത്തു നിന്നും 8 സ്ഥാനങ്ങൾ മുന്നേറി ഇപ്പോൾ 88-ാം സ്ഥാനത്താണ് മസ്കറ്റ്. ഓരോ നഗരങ്ങളിലെയും അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചും സാങ്കേതിക പ്രയോഗങ്ങളെക്കുറിച്ചുമുള്ള താമസക്കാരുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചാണ് സൂചിക തയ്യാറാക്കിയത്. തൊഴിൽ കണ്ടെത്തുവാനുള്ള അവസരം, താങ്ങാനാവുന്ന വീട്ടുവാടക, പൊതുഗതാഗതം, പരിസ്ഥിതി സംരക്ഷണം, സാംസ്കാരിക ഇടപെടലിനുള്ള അവസരം എന്നിവയ്ക്ക് മുൻഗണന നൽകേണ്ട പ്രധാന മേഖലകളായി തിരിച്ചാണ് സൂചിക തയ്യാറാക്കിയത്. ഇതിനു പുറമെ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളും ആരോഗ്യ സേവനങ്ങളും സുരക്ഷാ നടപടികളും മികച്ച മുന്നേറ്റത്തിന് കാരണമായി. അധികാരികളിൽ നിന്നുള്ള ഓൺലൈൻ വിവരങ്ങളിൽ ഉയർന്ന വിശ്വാസം പ്രകടിപ്പിക്കുകയും അതോടൊപ്പം ഓൺലൈൻ ഇടപാടുകളുടെ വർദ്ധിച്ചുവരുന്ന ഉപയോഗം നഗരത്തിലെ വർദ്ധിച്ചുവരുന്ന ഡിജിറ്റൽ വികസനത്തെ എടുത്തു കാണിക്കുന്നു എന്നും സർവേയിൽ പങ്കെടുത്തവർ പറഞ്ഞു. അതേസമയം ഭൂരിഭാഗം ആളുകളും നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ തേടണം എന്ന അഭിപ്രായവും പങ്കുവച്ചു. എന്നാൽ പൊതുഗതാഗതം തൃപ്തികരമാണെന്ന് വിലയിരുത്തി ഷെയറിംഗ് ടാക്സി ആപ്ലിക്കേഷനുകൾ, ഓൺലൈൻ പാർക്കിംഗ് തുടങ്ങിയ സാങ്കേതിക സംരംഭങ്ങൾ കൂടുതൽ പുരോഗതി ആവശ്യമാണെന്നും സർവേയിൽ പങ്കെടുത്തവർ പറഞ്ഞു. മയക്കുമരുന്നും 2700-ലധികം സൈക്കോട്രോപിക് ഗുളികകളും കൈവശം വെച്ചതിന് വിദേശി അറസ്റ്റിൽ. വടക്കൻ ബാത്തിന പോലീസ് കമാൻഡാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഏഷ്യൻ വംശജനായ ഇയാളിൽ നിന്നും ക്രിസ്റ്റൽ മെത്ത്, മോർഫിൻ, ഹാഷിഷ് എന്നിവയും പിടിച്ചെടുത്തു. നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. രാജ്യത്തെ പൊതുജനങ്ങളിൽ നിന്നും അനുമതിയില്ലാതെ പണം പിരിക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമാണെന്ന് സാമൂഹ്യ വികസന മന്ത്രാലയം അറിയിച്ചു. ഒമാൻ പീനൽ കോഡിലെ ആർട്ടിക്കിൾ 299, 300 പ്രകാരം ഇത്തരത്തിൽ പണപ്പിരിവ് നടത്തുന്നവർക്ക് തടവും പിഴയും അടക്കം ശിക്ഷ ലഭിക്കുമെന്നും മന്ത്രാലയം ഊന്നിപ്പറഞ്ഞു. അനുമതിയില്ലാതെ പലരും പണപ്പിരിവ് നടത്തുന്നത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നതിനെ തുടർന്നാണ് മന്ത്രാലയം കർശന നിർദ്ദേശം പുറത്തിറക്കിയത്. രാജ്യത്തിനകത്തോ പുറത്തോ ഉപയോഗിക്കാനുള്ള പണമാണെങ്കിലും അനുമതി ലഭിച്ച വ്യക്തികൾക്കോ സംഘടനകൾക്കോ മാത്രമേ പണം പിരിക്കാൻ സാധിക്കുകയുള്ളൂവെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂനമർദ്ദത്തിന്റെ ഫലമായി അടുത്ത ആഴ്ച വടക്കൻ ഗവർണറേറ്റുകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് നിലവിൽ ന്യൂനമർദ്ദത്തിന്റെ സ്ഥാനം. ഇത് അടുത്ത 48 മണിക്കൂറിനുള്ളിൽ അറബിക്കടലിലേക്ക് നീങ്ങുമെന്നാണ് കരുതുന്നതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ന്യൂനമർദ്ദം നാളെ വൈകുന്നേരത്തോടെയോ ശനിയാഴ്ചയോടെയോ വടക്കൻ അറബിക്കടലിലേക്ക് നീങ്ങുമെന്നാണ് കരുതുന്നത്. വടക്കൻ ഗവർണറേറ്റുകളിൽ അടുത്ത ആഴ്ച ആദ്യത്തോടെ മഴ ലഭിക്കുവാൻ സാധ്യതയുണ്ടെന്നാണ് പ്രാഥമിക നിരീക്ഷണങ്ങൾ വ്യക്തമാക്കുന്നത് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. പ്രവാസികൾക്ക് ആശ്വാസമായി ദേശീയ വിമാന കമ്പനിയായ ഒമാൻ എയർ പുതിയ നിരക്കിളവുകൾ പ്രഖ്യാപിച്ചു. സെപ്റ്റംബർ 5 വരെ നീളുന്ന ഗ്ലോബൽ സെയിലിന്റെ ഭാഗമായാണ് നിരക്കിളവ് പ്രഖ്യാപിച്ചത്. ബിസിനസ് ഇക്കണോമി ക്ലാസുകളിൽ 25% നിരക്കിളവാണ് ലഭിക്കുക. സെപ്റ്റംബർ 1 മുതൽ അടുത്ത വർഷം മാർച്ച് 31 വരെയുള്ള യാത്രകൾക്കുള്ള ടിക്കറ്റുകൾക്കാണ് നിരക്കിളവ് ബാധകമാവുക. 31 റിയാൽ മുതൽ കേരള സെക്ടറിലേക്ക് ടിക്കറ്റുകൾ ലഭ്യമാണ്. ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു. വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം Bring home your exchange. 100 years of tradition. We exchange trust. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.